ഇടുക്കിയിൽ 9ാം ക്ലാസ്സുകാരി പ്രസവിച്ചു. 8ാം ക്ലാസ്സുകാരനെതിരെ പോലീസ് കേസെടുത്തു. ഇരുവർക്കും 14 വയസ്സാണ് പ്രായം. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേരുന്നു. ജെയിൻ, എന്താണ് ചോദിക്കേണ്ടതെന്ന് പോലും അറിയില്ല, കിട്ടിയ വിവരങ്ങൾ പറയും. ദിവിഷ, വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. സ്കൂൾ അവധിക്കാലത്ത് ബന്ധുവീട്ടിലെത്തിയപ്പോഴാണ് കുട്ടി ലൈംഗികമായിട്ടുള്ള ചൂഷണത്തിന് ലൈംഗികമായി പീഡിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിക്ക് വയറുവേദന ഉണ്ടാവുകയും തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ആ സമയത്താണ് പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള കാര്യം രക്ഷിതാക്കൾ അച്ഛനും അടുത്ത ബന്ധുക്കളും അറിയുന്നത്. കുട്ടിയുടെ അച്ഛനും അമ്മയും അകന്നാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് പെട്ടെന്ന് ഈ കാര്യം അറിഞ്ഞില്ല, പിതാവിനെ അറിഞ്ഞില്ല എന്നുള്ളതാണ് വിശദീകരണം. എന്തായാലും ഇന്ന് കുട്ടി പ്രസവിച്ചു, ആൺകുഞ്ഞിന് ജന്മം നൽകുകയായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. രണ്ടുപേർക്കും പ്രായപൂർത്തിയാകാത്തതായതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ആയിരിക്കും, ആരോപണ വിധേയനായ കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിലായിരിക്കും ഹാജരാക്കുക. പ്രസവിച്ച അല്ലെങ്കിൽ കുട്ടിക്ക് കുഞ്ഞും അമ്മയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിശദീകരണം. ശരി, 8ാം ക്ലാസ്സുകാരി പ്രസവിച്ചു. 14 വയസ്സുള്ള കുട്ടിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇരുവർക്കും 14 വയസ്സ് മാത്രമാണ് പ്രായം. ഇടുക്കിയിലാണ് ഈ സംഭവം. വന്ന് 2025 ഒരു നേരം പോക്കായല്ലേ. പീഡനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്രായമില്ലാത്ത പിള്ളേരുകൾ തമ്മിലാണ് പീഡനം, അല്ലേ? കഴിഞ്ഞിടത്ത് തന്നെ നമ്മളൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. 16 വയസ്സുകാരിയായ സ്വന്തം ചേച്ചിയെ സ്വന്തം സഹോദരൻ 13 വയസ്സുകാരന് സഹോദരൻ പീഡിപ്പിച്ചതും ആ ഒരു പെൺകുട്ടി പ്രസവിച്ചതും ആലപ്പുഴയിലാണ് ആ സംഭവം നടന്നെങ്കിൽ ഇന്ന് ഈ ഒരു സംഭവം നടക്കുന്നത് ഇടുക്കിയിലാണ്. ജില്ലകൾ മാറി എന്നുള്ള വ്യത്യാസമൊന്നും വേണ്ട, സംഭവം ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചുറ്റുവട്ടവും കാണുന്നല്ലേ, സമൂഹത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും നമ്മളിത് അവഗണിച്ചു വീഴേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതൊക്കെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തതിന്റെ പേരിലാണോ? ശരിക്കും ഇതിനു വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണം നടത്തേണ്ടതായിട്ടുണ്ടല്ലേ. കാരണം ഈ പ്രായത്തിലുള്ള പെൺകുട്ടിയും ആൺകുട്ടിയും അവരിൽ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ഞെട്ടല് തന്നെയാണല്ലേ. പൂർത്തിയായവരിലാണ് നമ്മൾ ഈ ഒരു വാർത്ത കേൾക്കുന്നെങ്കിൽ ശരി, ഇത് വയസ്സ് എത്രയാണ്? 16, പിന്നെ അതുപോലെ തന്നെ 13. ഇതൊക്കെ ഒരു വയസ്സാണോ? ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയാവുന്നതും പ്രസവിക്കുന്നതൊക്കെ ഈ ഒരു പ്രായമാണോ? ഇവിടെ പെൺകുട്ടി പീഡനത്തിന് ഇരയായതാണോ അതോ കൺസേണോട് കൂടി നടന്നതാണോ എന്നു കാര്യം അറിയില്ല. ശരിക്കും ഇന്നത്തെ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്നത്തെ പാർക്കിലും ബീച്ചിലൊക്കെ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് അറപ്പ് തോന്നിപ്പോകും കേട്ടോ. ഈ അടുത്ത് തന്നെ ഞാൻ ബീച്ചിൽ പോയപ്പോൾ കണ്ടതാണ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തോളോട് തോള് ചേർന്ന് എന്തൊക്കെ പരിപാടികളാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ പോയാൽ നമുക്ക് തന്നെയാണ് തിരിച്ച് പണി കിട്ടുന്നത്. എന്തായാലും ചോദ്യം ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പോഴത്തെ സമൂഹത്തിലെ പിള്ളേർ പാർക്കാണോ ബീച്ചാണോ എവിടെയാണെങ്കിലും ഇമാതിരി വൃത്തികേടുകൾ തന്നെയാണ് കാണിക്കുന്നത്. ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്ന വീട്ടുകാരെ വേണം പറയാനല്ലേ. ഈ പാരന്റിങ് എന്ന് പറയുന്നത് വലിയൊരു കടമ്പ തന്നെയാണ്. അവർ അവരുടെ കടമകൾ മറന്നു പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെ പുറത്തു വരുന്നത്. ശരിക്കും ഓരോ അച്ഛനമ്മമാര് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവർക്ക് പഠിപ്പിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്, പറഞ്ഞു കൊടുക്കേണ്ടത്. അതെല്ലാം പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പിരിഞ്ഞിരിക്കുകയായിരുന്നു. അച്ഛനോടൊപ്പമായിരുന്നു കുറച്ചു ദിവസം താമസിച്ചിരുന്നതും. പിന്നീട് വന്ന് ഈ ഒരു അമ്മയോടൊപ്പം താമസിച്ചപ്പം അമ്മയുടെ വീടിനടുത്തുള്ള ഒരു ബന്ധു കൂടിയാണ് ഈ ഒരു പ്രകമ്പനം ഉണ്ടായത്. പക്ഷെ ഇതില് ആശ്ചര്യമായിട്ടുള്ളൊരു കാര്യം എന്താ, പെൺകുട്ടിക്ക് വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പോയപ്പോൾ പ്രസവിച്ചു. ഈ ഗർഭം എന്ന് പറയുന്നത് അങ്ങനെയാണോ? വയറൊന്നും പുറത്ത് വരത്തില്ലേ? എനിക്കറിയത്തില്ല കേട്ടോ ഇതെന്തു ഗർഭമാണെന്നുള്ളത്. കാരണം വയറുവേദന ആയപ്പോൾ മാത്രമാണ് പെൺകുട്ടി ഗർഭിണിയാണെന്നും പ്രസവിക്കുന്നതൊക്കെ പറഞ്ഞാൽ ശരിക്കും അത് ആശ്ചര്യജനകം തന്നെയാണ് കേട്ടോ. ഇപ്പോഴത്തെ ഹൈടെക് യുഗത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഈ ഹൈടെക് യുഗത്തിൽ ഈ വയറ് പോലും കാണാൻ പറ്റില്ലേ? അത് വല്ലാത്തൊരു യുഗം തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ന്യൂ ജനറേഷൻ പിള്ളേരെ നമ്മളൊന്ന് താക്കീത് ചെയ്യാൻ പോയാൽ ഈ 20ാം നൂറ്റാണ്ടിലെ ആൾക്കാർ തന്നെ വരും നമ്മളെ പാഠം പഠിപ്പിക്കാൻ. അതുകൊണ്ട് വളം വെച്ച് കൊടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അത് പറഞ്ഞു കൊടുക്കേണ്ട പാഠങ്ങൾ കുറേയുണ്ട്. അത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇമാതിരിയുള്ള കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇനി ഏതൊക്കെ രീതിയിൽ എന്തൊക്കെയാണാവോ ഇനി പുറത്തു വരുന്നത്. 2025 ആയപ്പോൾ ഈ ഒരു ജനുവരി മാസത്തിലാണ് നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ കേട്ടത് തന്നെ. ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാ മേഖലയിലും നമ്മുടെ കേരളത്തിന് വലിയ മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ആൺകുട്ടിക്കെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുന്നു എന്ന് പറയണം. ഇവിടെ ആൺകുട്ടി മാത്രമാണോ തെറ്റുകാരൻ? എനിക്ക് തോന്നുന്നില്ല ആൺകുട്ടി മാത്രമാണോ തെറ്റുകാരനെന്ന്. ആ ആൺകുട്ടിക്കെതിരെ പോക്സോ കേസ്, അതും ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കൊച്ചാണ് ആ ഒരു ആൺകുട്ടിയും എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു വിവേചനം ഉണ്ടായിരുന്നില്ലേ?
പെൺകുട്ടിയുടെയും ഭാഗത്തും തെറ്റുണ്ട്. രണ്ടുപേർക്കും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും അതിൻ്റെതായ ശിക്ഷ തന്നെ കൊടുക്കണം. ഇനി പീഡനമാണോ എന്താണെന്നുള്ള ശരിക്കുള്ള വിവരം അറിയത്തില്ല. ഇവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്തായിരിക്കും? അച്ഛനും അമ്മയും സ്വാഭാവികമായിട്ട് പിരിഞ്ഞിരിക്കുന്നു. അവർ രണ്ടർക്കും വഴക്ക് കൂടാനുള്ള തിരക്കും അവരുടെ വഴക്ക് തീർക്കാനുള്ള തിരക്കും ആയിരിക്കും. ഈ തിരക്കിനിടയിൽ മകളുടെ കാര്യം ഇവർ ഓർത്തില്ല. മകൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ എന്നു കാര്യം പോലും ഇവർ ഓർക്കുന്നില്ല. ശരിക്കും ഈ ഒരു പെൺകുട്ടിയെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അച്ഛനമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം വേറൊരാൾ നീട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സ്നേഹത്തിലേക്ക് അവർ വഴുതി വീഴും. പിന്നെ അവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും? അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവർ കല്യാണം കഴിഞ്ഞ് ഒരു ജീവിതമായി ഇപ്പോഴും പരസ്പരം വഴക്കിട്ടും മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സില്ലി കാര്യങ്ങളായിരിക്കാം. ഇതിനൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഈ മക്കളുടെ കാര്യം ഇവരാരും ചിന്തിക്കുന്നില്ല. മക്കൾ എങ്ങനെയോ പോകട്ടെ എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും പിരിഞ്ഞതിന്റെ പേരിൽ തന്നെ ഈ പെൺകുട്ടി കുറച്ചു ദിവസം അച്ഛനോടൊപ്പമായിരുന്നു. പിന്നെ സ്കൂൾ അവധി ആയപ്പോഴത്തേക്ക് അമ്മയുടെ അടുത്ത് വന്നു. അമ്മയുടെ വീടിന്റെ സമീപത്തുള്ള ഒരു ബന്ധു തന്നെയാണ് ഇതിനെ കാരണക്കാരൻ. സ്വാഭാവികമായിട്ടും അവിടെ സ്നേഹം നീട്ടിയ ഭാഗത്താണ് ഈ ഒരു പെൺകുട്ടിയും പോയത്. ഈ ഒരു സമയങ്ങളിൽ തന്നെയാണ് മൊബൈലും ഇന്റർനെറ്റിന്റെ വ്യാപനം ശരിക്കുമുള്ളത് കേട്ടോ. ഇതിനൊക്കെ ഒരു തടയിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇന്നത്തെ കുഞ്ഞുങ്ങൾ വരെ മൊബൈൽ എടുത്താലാണ്, മൊബൈലിൽ അത്രയ്ക്ക് അഡിക്റ്റ് ആണ്. പല കാര്യങ്ങളും മൊബൈലിലൂടെ തന്നെയാണ് പലരും അറിയുന്നത്. ഈ അടുത്ത് തന്നെ ഒരു വാർത്ത കണ്ടായിരുന്നു, ഒരു പെൺകുട്ടി യൂട്യൂബ് നോക്കി പ്രസവിച്ചു എന്ന് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ ഇവർ സാധിച്ചെടുക്കുന്നു എനിക്കറിയില്ല കേട്ടോ. പണ്ടൊക്കെ നമ്മള് ആശുപത്രി അല്ലെങ്കിൽ വയറ്റാട്ടി അതിന് ആരെങ്കിലൊക്കെ ഒരാൾ വേണം. ഈ ഒരു സംഭവത്തിനൊക്കെ ഇങ്ങനെ യൂട്യൂബ് നോക്കി പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്കറിയില്ല ഇത് എങ്ങനെയൊക്കെ ഇത് സംഭവിക്കുന്നു. ഇന്നത്തെ ജനറേഷൻ ശരിക്കും മാറിയിട്ടുണ്ട് കേട്ടോ. അടക്കവും ഒതുക്കവും സാമുദായിക മര്യാദകളൊക്കെ പഠിപ്പിക്കാൻ നേർവഴിക്ക് നടത്തിക്കൊണ്ടുവരാനൊക്കെ അന്ന് അപ്പൂപ്പനും അമ്മുമ്മയും ഉണ്ടായിരുന്ന ആ ഒരു കാലം, ശരിക്കും ആ ഒരു കാലത്തെക്കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ്. അന്ന് അവരായിരുന്നു നമുക്കൊരു നേർവഴിയും വഴികാട്ടിയുമായിട്ട് നിന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്തോ? എന്തായാലും ഈ ഒരു 2025 ശരിക്കും കുറേയേറെ കണ്ണീർ കഥകൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ. ശരിക്കും ഈ ഒരു ജനുവരി മാസത്തിൽ 2025 1-ാം മാസത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു അല്ലെ. പലതും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു നമ്മുടെ ചുറ്റും നടക്കുന്നത്.